അയ്യോ അയ്യോ ഇതെന്ത് തക്കാൻ പോലെ രാവിലെ ഓണായിട്ട് ഉടുപ്പില്ലാതെ വന്നിരിക്കുന്നത്. ഞാൻ കുളിച്ച് അമ്പക്കൂട്ട അപ്പോഴത്തേക്ക് ഉണന്ന് ഞാൻ രാവിലെ എണീറ്റപ്പം ഇവിടെ എന്താണ് ഇവിടെ എല്ലാം അലങ്കരിച്ച് സെറ്റാക്കി. എനിക്ക് വയ്യെനിക്ക് ഗൈസ്. പെണ്ണ് ഇന്നലെ ഉറങ്ങിയിട്ടില്ല കേട്ടാ. ഞാൻ ഇന്നലെ ഉറങ്ങിയപ്പോൾ എഡിറ്റിംഗ് ഉണ്ടായിരുന്നു. 5 മണിയായി ഗൈസ് ഞാൻ കിടന്ന് ഉറങ്ങിയപ്പം. ഞാൻ കിടന്നില്ല, ഞാൻ നേരത്തോട്ട് ഒതുക്കി പറക്ക്, ഞാൻ ഉറങ്ങിയില്ല. ഇനി ഒരു കാര്യം ചെയ്യണം കേട്ടോ, നമുക്ക് എന്തായാലും സമയമുണ്ട്. അമ്പലത്തിൽ പോകാൻ പോവാ ഗൈസ്. അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് കാപ്പിയും കുടിച്ചിട്ട്, അത് ഇപ്പം തോന്നാതെ വെച്ച് കഴിയുമ്പോൾ ഉറങ്ങാതിരുന്നാൽ വലിയ പാടാ. കാപ്പിയും കുടിച്ചിട്ട് വന്ന് കിടന്നങ്ങ് ഉറങ്ങും. പണ്ടും ഇതുപോലെ ഓണത്തിൻ്റെ അന്ന് ഉറങ്ങൂല. അതെ, വൈകിട്ടൊക്കെ ആകുമ്പോഴേ തലവേദന എടുക്കും നേരത്തോടെ നേരം ആകുമ്പോൾ. ഗൈസ് ദേ ഇവിടെ അമ്പുക്കുട്ട ഉള്ളതുകൊണ്ടാണ് നമ്മൾ അത്തപ്പൂ ഈ ബേസിന് ഇട്ടത്. അയ്യോ അയ്യോ, ഹാപ്പി ഓണം. ഞങ്ങൾ ഇപ്പൊ കുളിച്ചൊടുങ്ങി ചെട്ടായിട്ട് ചുണ്ടടനായിട്ട് വിടും. അമ്പുക്കുട്ട ഉള്ളതുകൊണ്ടാണ് നമ്മൾ ബേസിനിൽ അത്തം ഇട്ടത് കേട്ടോ. ഈ താമര ഇപ്പഴല്ലേ വിരിച്ചു വെച്ചേ. ഇതാവുമ്പോ അവ അളുമ്പിയ നമുക്ക് എടുത്ത് ഇതിന്റെ മുകളിലോട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാം. തറയിൽ ഇട്ട് കഴിഞ്ഞാ അവ അലമ്പി വാരും. പക്ഷെ കൊള്ളാം കേട്ടോ, കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ഈ വരുന്ന വഴിക്ക് ഒരു 300 രൂപയ്ക്ക് പൂ എല്ലാം കൂടി മിക്സ് ആയിട്ട് വാങ്ങിച്ചു. പക്ഷെ നൈസ് ആയിട്ടില്ലേ ഗൈസ് അല്ലേ? നമ്മുടെ ഒരു സിമ്പിൾ അത്തപ്പൂക്കളം, അത് ബേസ് ഉണ്ട്. മറ്റേ ഇതിന്റെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബ്യൂട്ടി ആയിരുന്നു. മറ്റേ ഗോൾഡ് കളറിന്റെ ഉണ്ടല്ലേ, ചെമ്പിന്റെ, അതൊക്കെ വാങ്ങിച്ചു വെക്കണം അല്ലേ? അതിന്റെ സെറ്റായിരുന്നു. വിളക്കൊക്കെ കത്തിച്ച് വയ്യ രാവിലെ ഇഡലി സാമ്പാർ എല്ലാം വെച്ച് എല്ലാം സെറ്റായി. ഇനി ഒരുങ്ങി നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് കഴിക്കാം. അപ്പം ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഇപ്പൊ ഒരു ഓണത്തിന്റെ ഫീൽ ഉണ്ട്. ഇപ്പം വീട്ടിലെ ഓണം വന്ന്, അതെല്ലാം ഇങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യുന്ന നമ്മൾ ആദ്യമായിട്ടല്ലേ. സത്യം. എന്റെ മനസ്സിന് ഭയങ്കര സന്തോഷം. അടിപൊളി ഗൈസ്, അടിപൊളി. അപ്പം നമ്മള് 3 പേരും റെഡി ആയിട്ട് ഇപ്പം പടാം. എങ്ങനെ അമ്പുക്കുട്ടി? റെഡി, 1 2 3. ഈ മാല നമ്മളെ കല്യാണമാലയല്ലേ, താലിമാലയാ. പക്ഷെ ഇടാതിരുന്നിട്ടപ്പോഴേ ഭയങ്കര ഒരു പുതുമ കേട്ടോ. വണ്ടി ചെളിയാടി മൊത്തം തൊളി. എന്നെ അമ്പൂട്ടെ കാണിക്കും. ഇതാടാ അമ്പൂട്ടന് മുടി കെട്ടാൻ പറ്റിയില്ല കേട്ടോ. ഇച്ചിരി മുടി ഒതുക്കി വെച്ചൂടെ ഏട്ടാ. അമ്പൂട്ടാ ബ്ലാക്ക്
അങ്ങനെ നമ്മള് അമ്പലത്തിൽ കയറി തൊഴുതു. അവിടെ നല്ല ഒരു പൂന്തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ, നൈസ് ആയിട്ട് കൈസ്. അവിടെ ഒരു ജമന്തിയുടെ പൂന്തോട്ടം ഉണ്ട്, അവിടെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് അടിപൊളിയായിരുന്നില്ലേ? അതുപോലെ ഇവിടെ ചെറിയൊരു തോട്. എനിക്ക് തോട് കാണുമ്പോൾ നമ്മുടെ അവിടെ തണ്ണിപ്പുറം തോടാ ഓർമ്മ വരുന്നത്. സെയിം അത്രേ വെള്ളേ ഉള്ളൂ. സാരി 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 നനഞ്ഞ് ആ വെള്ളത്തിൽ വേണ്ട. പിന്നെ നമുക്ക് അളിക്കണം. അതെ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. 11 മണിയായി. എല്ലാം ഉണ്ടാക്കി വീട്ടിൽ വെച്ചേക്കുവാ. ആ അമ്പുക്കുട്ടി ഓടി 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 ഓടണ്ട. അയ്യോ, കല്ലൊക്കെ ഉണ്ട്. പതിയെ നല്ല വെള്ളം തന്നെ അല്ലേ? കണ്ടിട്ട് നല്ല വെള്ളമാണ്. ഒന്ന് പഴക്കം പിടിക്കുന്ന കേട്ടോ. അമ്മ എടുത്ത അമ്മ എടുത്ത. ആ ഏട്ടാ, അയ്യോ എന്റെ കുഞ്ഞിനെ ഇപ്പൊ കടിച്ചേനെ. പൂവി കളിക്കുവാണോ നിങ്ങള്? നിങ്ങള് പൂവി കളിക്കുവാണോ? അയ്യോ തുറക്ക്, അൺബോക്സ് ഇഡലി. അമ്പുടെ ഫേവറേറ്റ് ആണല്ലോ ഇഡലി. അപ്പോഴത്തേക്കും ഇവിടെ തേങ്ങാ ചട്നി റെഡിയാക്കി. നമുക്ക് ഞമ്മ മടിക്കണ്ടേ? ഇഡലി റെഡി. നിനക്ക് ഇഡലി വേണ്ടേ? എടാ നിനക്ക് ഇഡലി വേണോ വേണ്ടേ? ഒരു തീരുമാനം എടുക്കണം. നമ്മൾ എത്ര നേരം കൂടി ഇഡലിക്ക് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. പിന്നെ മൃദുലവൻ ഇഡലിയൊക്കെ ഉണ്ടാക്കാൻ കില്ലാടിയ. 3 ഇഡലി. ഇവന് കൊടുക്കണ്ട, ഇവന് 1 ഇഡലി മതി. നീ നിന്റെ കാര്യം നോക്കാനാ പറഞ്ഞു. കൈ കൂട്ടി വന്നോ? ബാക്കി 4 ഇഡലി അമ്പൂട്ടരാ. ചൂട് ഒന്ന് സാറ് മാറിയ ഞാൻ അങ്ങോട്ടിരിക്കായിരുന്നു. സാമ്പാറ്. വെണ്ടയ്ക്ക. വെണ്ടയ്ക്ക നമ്മുടെ ഫേവറേറ്റ്. വധ വേണം. വധയില്ല. തേങ്ങാ ചട്നി സൈഡില്. അതാർക്കാ? നമുക്കിനി ടേസ്റ്റ് ചെയ്യാം. അവിടെ നല്ല സോഫ്റ്റ് കേട്ടോ മുതലേ. സോഫ്റ്റ് സാധനം കേട്ടോ. അത് ഞാൻ കേട്ടില്ലായിരുന്നു കേട്ടോ ആദ്യം. മൃദുലം തന്നെ. എങ്ങനെയുണ്ട് അമ്പു? ഹേ ഗായ്സ്, അടുത്തത് നമ്മളെ കളിക്കാൻ പോകുന്നു ഗ്ലാസ് വെച്ചുള്ള ഇങ്ങനെ റീല് തുറന്ന ഇപ്പൊ ഇത് മാത്രമേ ഉള്ളൂ ഗായ്സ്. കണ്ണ് കെട്ടിട്ടാ. അല്ല പിന്നെ കണ്ണേട്ടാ സിമ്പിൾ ഇല്ല. അതൊരു കളി. കണ്ണേട്ടണം. അമ്പൂട്ടന് ഫാനല്ലെങ്കിൽ ഗ്ലാസ് തുറക്കും. ഇവിടെ കാപ്പിയെ കുടിച്ചിട്ട് ഒരാൾ ഒരുങ്ങി കേട്ടോ. അടിപൊളി. ഇതെന്ത് കമ്മലൊക്കെ? പുതിയ കമ്മല്. എല്ലാരും ഇപ്പൊ ഇതാ ഇങ്ങനെയൊക്കെയാ ട്രെൻഡ്. ഞാനും വാങ്ങിച്ചങ്ങ് വെച്ച്. കൊള്ളാവോ? നൈസ് ആയിട്ടുണ്ട്. ഇതാ ഇവിടെ മൊത്തം പറക്കൊണ്ട് വെക്കുന്ന കേട്ടാ. നീ ഏത് ഗ്യാപ്പ് വേണമെന്ന് പറഞ്ഞാൽ ഒരു കാലം വെക്കാനുള്ള ഗ്യാപ്പ് ഇത് മൊത്തം അടിപ്പിച്ച് ഇപ്പൊ തരും ഗ്യാപ്പ്. എടാ ഒരു ഗ്യാപ്പ് വെക്കണോടാ അമ്പു. എടി എന്ത് പോടാ അമ്പു? വെക്കുന്നു. എടാ ഇച്ചിരി ഗ്യാപ്പ് വെക്കണം. നീ പാടുക്കി പോടാന്ന് പറഞ്ഞാ പോയത്. എടാ റിഹേഴ്സൽ അല്ല എന്നാലും താണ്ടേ. ഞാൻ സാരി വെക്കണല്ലേ? ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോണം. അങ്ങനെയൊക്കെ പോണം. 1 2 3 സ്റ്റാർട്ട്. ഒന്നേ ചവിട്ടിയില്ല. കറക്റ്റ് പോകുന്നുണ്ട്. പക്ഷെ കപ്പ് ഇവിടെ പോകുന്നത് വേറൊരു സൈഡ്. കപ്പിനകത്തോട്ട് കേറിയിട്ടേ ഇല്ല. കപ്പ് ചോട്ടി പൊട്ടിച്ച് ഇപ്പൊ അങ്ങോട്ട് വാങ്ങി. ഓക്കെ കുഞ്ഞുണ്ടോ? ചവിട്ടുമ്പോ മനസ്സിലാവും. ഏട്ടാ ബാലൻസ് ഒക്കെ പോകുന്നത് സാരി കൊടുത്തേക്കുന്നത്.
ഇതുവരെ വളരെ കറക്റ്റ് ആണ്. വളരെ കപ്പ് നടുകൊണ്ടോ? ആ ഒരു പൊസിഷൻ നിങ്ങൾ നോക്കണേ. പട്ടിയൊക്കെ വെള്ളക്കൊക്കെ എറിയുമ്പോ പട്ടി ഓടുന്നത് കപ്പ കറക്റ്റ്. ഇതേ ബാലൻസ് കിട്ടാത്തോണ്ടാണ്. കറക്റ്റ് കേട്ടോ, നീ ഇതുവരെ കറക്റ്റ് ആയിട്ടോ വന്നേ. എനിക്കറിയാം ഇതിങ്ങനെ പോന്നെ. കൃത്യം. കപ്പിന്റെ പാട്ടിന് നീ നിന്റെ പാട്ടിന്. അടുത്ത പൊസിഷൻ പറഞ്ഞിട്ട് എടുക്കാൻ പറ്റുന്നില്ല. ഒരു ഗ്ലാസ്സിൽ പോലും ചവിട്ടാതെ അമ്പൂട്ടം ഗെയിം കംപ്ലീറ്റ് ചെയ്ത് അറഞ്ച എല്ലാ ഗ്ലാസ് ചവിട്ടി ഞാനേക്ക് നമ്മള് ഗ്ലാസ്സിൽ ചവിട്ടുന്ന കളിയെന്ന് വിചാരിച്ച് ബ്ലഡി ഊള എവനോട് ഞാൻ ഇല്ല കേട്ടോ കളിക്കാൻ. ഓണം വന്നേ, സദ്യ വന്നേ. ഗായ്സ് അങ്ങനെ 21 കൂട്ടം, അത്ര മൊത്തം തോനെ കൂട്ടമുണ്ട്. 20-21 കൂട്ടമുണ്ടെന്ന് തോന്നുന്നു. അമ്പുക്കുട്ടിക്ക് നമ്മൾ തറയിൽ ഇരിക്കാന്നാണ് വിചാരിച്ചത്. അല്ല അതുമല്ല, അമ്പു തറയിൽ കിടന്ന് മൊത്തം അളിച്ചു വരും. പിന്നെ ലാസ്റ്റ് എവക്ക് ഇരട്ടി ജോലിയാവും. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ടേബിളിന്റെ മണ്ടയിൽ ഇരുത്തി കൊടുക്കണം. ഉടുപ്പൂരിക്കൂടെ അർജന്റ്. ഇന്ന് രാവിലെ കാപ്പ് കൊടുക്കാൻ നേരം അവന്റെ ഉടുപ്പൂരി ഞാൻ ഒന്ന് കഴുകിയതാ, കഴുകി ഉണക്കിയിട്ടതാ. അത് മൊത്തം അവിടെ ചവിട്ടി വരി കിട്ടും കേട്ടോ, മൊത്തം അതുപോലെ ആയിരിക്കും ഇതും. അതുകൊണ്ട് ഈ ഫാന്റെ സ്പീഡ് കൂട്ടിക്കോ ഗൈസ്. എല്ലാം ഉണ്ട്, പച്ചടി, കിച്ചടി, ഓലൻ, ഉരുളൻ കിഴങ്ങ്, നമ്മുടെ പൈനാപ്പിളിൻ്റെത് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. പഴം ദേ 3 എണ്ണം. നമ്മള് ഫുഡ് വെച്ചല്ല കേട്ടോ, അല്ല വെച്ചല്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ. വെക്കാനാണെന്ന് വെക്കാൻ അമ്പൂരെ വെച്ചോ. ഈ സാധനത്തിനെ വെച്ചുകൊണ്ട് ഞാൻ വെച്ചു തന്നെ. ഞാൻ എത്ര വട്ട രാത്രി ഇവൻ കരഞ്ഞപ്പോ ഞാൻ ഓടി പോയെന്നറിയോ. ഞാൻ ആലോചിക്കും നിനക്ക് ഉറക്കം വരുന്നില്ലേ എന്നാണ് ഞാൻ. മൈൻഡ് നമ്മള് വേറെ കാര്യങ്ങൾ എൻഗേജ് ആയിരിക്കുന്നോണ്ടേ. ചില പിള്ളേരൊക്കെ കിടന്ന് ഉരുളും ചോറിന്റെ അകത്ത്. നീ കിടന്ന് ഉരുളുവോ തിമിർക്കോ അവൻ ഈ ഗ്ലാസ്സിന് നീക്കിട്ട് തരാം അമ്മ. ആക്കിക്കോ. എങ്ങനെയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. നിനക്കാണ് എനർജി വേണ്ടത്, കഴിക്കൂ. പപ്പടമൊക്കെ പൊടിഞ്ഞു പോയി ഗൈസ്. നമ്മുടെ പരിപ്പ്, നെയ്, പപ്പടം, നല്ല ചെമ്പാവരി ചോറ്. ഹാപ്പിയാണ് ഗൈസ്. അടിപൊളി പരിപ്പേട്ടോ. ചൂടോടെ കൂടെ കിട്ടിയിരുന്നെങ്കിൽ സെറ്റ് ആയിരുന്നില്ലേ. ചൂട് മിസ് ചെയ്യുന്നു, പക്ഷെ അടിപൊളി പരിപ്പ്. നമുക്കും കഴിക്കാം. പരിപ്പും കുറച്ച് ഇഞ്ചിപ്പുളിയും. ഇത് ഇഞ്ചി അല്ല, ഇഞ്ചിപ്പുളിയാണ് കേട്ടോ. നീ ആ പരിപ്പും ആ ഇഞ്ചിപ്പുളിയും കൂടി മിക്സ് ചെയ്ത് കഴിക്കണേ. വീട്ടിലും പോകുമ്പോ അടിപൊളി കേട്ടോ. നല്ല മധുരം ഉണ്ടല്ലോ, അടിപൊളി. ബൈ നമ്മുടെ സദ്യ ചാലഞ്ച് കണ്ടിട്ടില്ലെങ്കിൽ ചാനൽ കിടപ്പുണ്ട്, എല്ലാവരും പോയി കാണുക. ഇതാണ് അമ്പുകണ്ട. തിന്നു കഴിഞ്ഞാൽ ആ പാൻറ്റിൽ ഉടുപ്പിൽ മൊത്തം വെച്ച് തേക്കും. കൈവൃത്തിയാക്കുന്ന നിങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയോ? എങ്ങനെയുണ്ട് അമ്പു? പപ്പടം തീർന്നു. പരിപ്പ് നീ പറഞ്ഞാക്കേ ഇച്ചിരി ചൂടുണ്ടായിരുന്നെങ്കിൽ മോളെ തെറ്റാണ്. അപ്പൊ നമ്മുടെ വീട്ടിലെ ആദ്യത്തെ ഓണം, ആദ്യത്തെ സദ്യ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അമ്പൂട്ടിന് വെള്ളത്തിന് അമ്മ തിന്നു. വാരിക്കൊടുത്ത തിന്നു സംശയം. ഇതേതാണ് മധുരം? ഞങ്ങൾ പച്ച ചോറ് മാത്രം വാരിക്കൊള്ളു. ഹാപ്പി ഓണം. അവിടെ മനസ്സിലായോ? ഭയങ്കര ഹാപ്പി ഗൈസ്. 2 വർഷം കഴിഞ്ഞ് നമ്മൾ ആദ്യമായിട്ട് നമ്മളെ വീട്ടിൽ ഒരു ഇലയൊക്കെ ഇട്ട് സദ്യ കഴിച്ച് നമ്മളെ വീട്ടിലെ ആദ്യത്തെ ഓണോ അത് അങ്ങനെ പറയുമ്പോൾ തന്നെ സന്തോഷം.
ഇനി എല്ലാ ഓണവും ഇതേപോലെ അടിപൊളിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങൾ സദ്യയൊക്കെ കഴിച്ചോ? എല്ലാവരും കഴിച്ച് ഉറക്കമായിരിക്കും. നമ്മൾ ലേറ്റായി. സത്യം 3 മണി. നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എത്തിരി താമസിച്ചു. അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. ഇതെന്ത് ചോക്ലേറ്റോ? ശർക്കര കുറുക്കിയത്. മത്ത് പിടിപ്പിക്കുന്ന പോരാ. പക്ഷെ അടിപൊളി കേട്ടോ. സെറ്റല്ലേ എന്റെ മോനെ. നമ്മള് ഫുഡ് അങ്ങോട്ട് കഴിച്ച് മേളിൽ പോയി ഗെയിം കളിക്കാന്ന് പറഞ്ഞിരുന്നതാ. ഇതിനിപ്പോഴേ തോരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അല്ലെങ്കിലും തിരുവോണത്തിനൊരു മഴ പതിവാ. എപ്പോഴെങ്കിലും വൈകിട്ട് പണ്ട് തൊട്ട് അങ്ങനെ. എടാ നീ ഇവിടെ പോന്ന് കേറാത്ത് നിക്കറിട്ടുണ്ട്. മൃദുല സദ്യ കഴിക്കാൻ നേരം ഇവന്റെ ഉടുപ്പിലാവാതിരിക്കാൻ വേണ്ടി അവിടെ എടുത്ത കസേരയുടെ മണ്ണിലോട്ടിട്ട്, എന്നിട്ട് ഇവൻ ചോറൊക്കെ കഴിച്ചിട്ട് നമ്മളെ കണ്ണ് തപ്പിയ സമയത്ത് ഇവ ആ പിന്നെ ഡ്രസ്സ് എടുത്തിട്ട് ആ ഇഞ്ചിപ്പുളിക്കകത്ത് എല്ലാം കൂടി ഒറ്റ മിക്സ്. ഇപ്പൊ ഉടുപ്പിട്ട് കഴിക്കുന്നതും കഴിക്കാതൊക്കെ കണക്കായി. അടുത്തതായി നമ്മുടെ വേദിയിൽ അവതരിപ്പിക്കാൻ പോകുന്നു നമ്മുടേതായിട്ടുള്ള സ്റ്റൈലിലുള്ള ഒരു തലങ്ങണിയടി മത്സരം. നമ്മൾ തന്നെ അരക്കിറക്കുന്നു. അതെ. അപ്പം ഗൈസ്, നമ്മുടെ റൂൾസ് എന്ന് പറയുന്നത്, നമ്മളൊരു സർക്കിളിൽ നമ്മൾ പൂ ഇട്ടിട്ടുണ്ട്. ഈ പൂവിന് നീ കറക്റ്റ് ചെയ്ത് നടുക്കത്തെ മാർബിളായിട്ട് നിൽക്കണം. നീ ഇവിടുന്ന് മൂവ് ചെയ്യാനായിട്ടേ പാടില്ല. ഓക്കെ, നിനക്ക് 1 മിനിറ്റ് സമയം തരും. ഒരു ടൈമറുണ്ട്. ഈ 1 മിനിറ്റിനിടയ്ക്ക് ഞാൻ ഈ വട്ടത്തിൽ എവിടെയെങ്കിലും കാണും, നീ എന്നെ അടിക്കണം. അടിക്കുന്ന ഓരോ അടി നീ കൗണ്ട് ചെയ്തോ. അതിൽ കൂടുതൽ ഓരോ അടിയെങ്കിലും ഞാൻ അടിച്ചാൽ ഞാൻ വിൻ ചെയ്യും. പിന്നെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്, നിന്റെ മോന് ഈ വട്ടത്തിൽ കൂടെ കാണും. അപ്പൊ അടിക്കുമ്പം സ്വന്തം മോനും ആ അടി കിട്ടും എന്നുള്ള രീതിയിൽ വേണം അടിക്കാനായിട്ട്. ആ നീ ആ വട്ടത്തിന് വെളിയിൽ പോത്തില്ലല്ലോ. പോ. 2 3 4 5 6 7 8 8 അടി അടിച്ച്. ഒന്ന് 2 എവിടെ പുല്ലി അടിപൊളി. അമ്പോട്ടിന് ഒരു കളിപ്പാട്ട വാങ്ങിയത്. ഇനി എന്ന് പറഞ്ഞ ഇനി അടിയുടെ മേളമാണ്. ഞാൻ ഇത് എവിടെ സൗണ്ട് കേൾപ്പിക്കുന്നു മൃദുലയ്ക്ക് അറിയാൻ പറ്റും, മൃദുല തന്നെ അറിയാം. അതുകൊണ്ട് അമ്പൂനെ എടുത്ത് കൈ വെക്കേണ്ട ആവശ്യമില്ല. അതുമല്ല, അമ്പൂന് വണ്ടി കിട്ടി, വണ്ടിക്കകത്തിരുന്നോളൂ. സോ ഇന്ന് അറിഞ്ഞ പറഞ്ഞ അടിയാണ്. ടൈം സ്റ്റാർട്ട് നൗ. വാടാ നടക്കുന്നില്ല നീ. ഞാൻ ഇപ്പോഴും നടക്കണോ? എന്റെ ശബ്ദം രണ്ടായി. അയ്യോ എടാ, വീഴാൻ പോകുമ്പോഴേക്കും പറയാടാ പുല്ല്. നടക്കുന്നില്ല, ഈ ശബ്ദം കേൾക്കുന്നില്ല. നടന്നപ്പോ അതിന്റെ പീപ്പി ഇളകി പോയി കാണും. കുഞ്ഞിന്റെ കാല് ചവിട്ടിയ ഞാൻ. മൃദുല കാണ്ട കൊലുസ് ഇട്ടിട്ടുണ്ട്, മറ്റേ സാധനം പീപ്പി അടിച്ചു പോയി. ഇത് കിലുക്കിക്കൊണ്ട് ഓടണം. എനിക്ക് ചുമ്മാ അളുമ്പ് കാണിക്കരുത്. 2 കാലിലും കെട്ടണോ? ഒരു കാര്യം കെട്ടിയാൽ മതി, കിലുക്കിക്കൊണ്ട് ഓടിയാതെ ഇയാള്. ഓക്കെ, ടൈം സ്റ്റാർട്ട് നാവ്. തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോ ലാസ്റ്റ് റൗണ്ട്. ടൈം ഇല്ല കേട്ടോ. ഞാൻ അടിച്ച് നീ മറിയുന്നത് വരെ ഞാൻ അടിക്കും. സമയമില്ല. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട് നൗ.
നീ വീടല് എടി ഈ കീലിക്ക് ഭയങ്കര കൊണ്ടല്ലോ അത് സെറ്റ് അയ്യോ അയ്യോ കുരിയേ പിടിച്ചുള്ളത് എന്റെ സഹാരിയൊക്കെ പൊക്കിക്കൊണ്ടാ ഞാൻ ഓടിയത് മൊത്തം ഓടി. ഇത്രേ അടി നടന്നിട്ട് അതിലൊന്ന് ഇടപെടണമല്ലോ അവൻ. ഇടപെടടാ എന്നാലും ഒന്നും ഇടപെട്ടില്ലടി അവൻ. അവൻ ഒതുങ്ങി മാറിയിരുന്നു. അവൻ അറിയാം അടി കിട്ടും. കാരണം നീ അത് അടിച്ചത് മൊത്തം അവന്റെ ദേഹത്തില്ലേ. അവന് മനസ്സിലായി വെച്ച് ഈ കളിക്ക് നമ്മക്ക് മാറിപ്പോയിരിക്കാതെ അല്ലേ അമ്മൂട്ടി? സത്യം പറഞ്ഞ ഇവളെ സമ്മതിക്കണം. വേറൊന്നുമല്ല, ഒന്നാമത് അവർക്ക് വയ്യ, ഇപ്പോഴും വയ്യ. 2-3 ഒരാഴ്ചയായി പനി തുടങ്ങിയിട്ട്. അമ്പൂട്ടിന് 2 ആഴ്ചയായി പനി തുടങ്ങിയിട്ട്, അവർക്ക് ഒരാഴ്ചയായി. പക്ഷെ നമ്മൾ ഇത്രയും പോലും ഇങ്ങനെ ഒരു പ്രതീക്ഷയല്ല. ഞാൻ വിചാരിച്ചു ഇവിടെ ഓണവും ഇല്ല എന്നുള്ളൊരു മൈൻഡിലായിരുന്നു. കാരണം നമുക്ക് വയ്യ. ഈ ഒരു ദിവസം കൊണ്ട് ഇന്നലെ ഫുൾ ക്ലീനിങ്. ഇതോട്ട് 24 hours ഉറങ്ങിയിട്ടില്ല. ഞാൻ ഇന്നലെ 5 മണിക്ക് കിടന്നിട്ട് ഒരു 6-7 മണിയായപ്പോൾ ഞാനൊരു 3 മണിക്കൂർ ഉറങ്ങിയുള്ളൂ എഡിറ്റിങ് കഴിഞ്ഞിട്ട്. എന്നാലും എവള് ഉറങ്ങിയിട്ടേ ഇല്ല. ഇന്നലെ ഫുൾ ക്ലീനിങ്, കിടക്കുന്ന ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം. ഓണം എന്ന് പറയുമ്പോൾ നമ്മളെ വീട് വൃത്തിയായിരിക്കുന്നതാണല്ലോ ഒരു മെയിൻ. നമ്മൾ പുറത്തൊക്കെ ക്ലീൻ ചെയ്ത്, അകത്ത് ഫുള്ള് ക്ലീൻ ചെയ്ത്, ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് പറ്റുന്ന രീതിയിൽ അമ്പൂനെ വെച്ചോണ്ട്. പിന്നെ കുക്കിംഗ് നമ്മൾ പുറത്തുനിന്നായിരുന്നു. ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇവിടുന്നായിരുന്നു. ലഞ്ച് നമ്മൾ പുറത്തുനിന്നായിരുന്നു. സോ എനിവേ അടിപൊളി ഒരു ഓണമായിരുന്നു ഗൈസ്. നമ്മളെ വീട്ടിലെ ആദ്യത്തെ ഓണം സൂപ്പർ ആയിരുന്നു ഗൈസ്. നിങ്ങളും എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കുന്നു. ഹാപ്പി വൺസ് അഗൈൻ ഹാപ്പി ഓണം ഗൈസ്. എല്ലാവർക്കും എന്റെയും മൃദുലയുടെയും അമ്പുക്കുട്ടന്റെയും 1000 ഓണാശംസകൾ. ഹാപ്പി ഓണം ഗൈസ് അല്ലേ? ലാസ്റ്റത്തെ ഈ കളി നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തു. അതുകൊണ്ട് തന്നെ ക്ഷീണിക്കുകയും ചെയ്തു. ഇപ്പൊ നമ്മളിനി മുണ്ട കഴിച്ചിട്ട് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതിലുള്ള വെറൈറ്റി കാണുന്നവരെ ഇവിടെ ഓരോന്ന് പറയുമ്പോ അവിടെ കൈയാക്ഷൻ കാണിക്കുക.